ഒരാള് തന്റെ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മാനെ അവഗണിക്കുന്ന അവസ്ഥ വന്നു പോയാൽ, കൂട്ടുകാരെ അടുപ്പിക്കുന്നുണ്ട്, വാപ്പാനെ അകറ്റി നിർത്തുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഉമ്മാക്ക് വില കൊടുക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ, ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മാനെ അകറ്റുന്ന സാഹചര്യം വന്നാൽ, പൊന്നുമോനെ, പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നോക്കി 3 വട്ടം നിങ്ങൾ ത്വലാഖ് ചൊല്ലിയ ആ ഭാര്യ നിങ്ങൾക്ക് അന്യസ്ത്രീയാണ്. എന്നാലും നൊന്ത് പ്രസവിച്ച ഉമ്മാടെ മുഖത്ത് നോക്കിയിട്ട് 3 ലക്ഷം ത്വലാഖ് നിങ്ങളെ ചൊല്ലിയാലും ആ പൊക്കിൽ കൊടിയുടെ ബന്ധം മുറിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. അത്ര വലിയ കടപ്പാടുണ്ട്. ഒരുപക്ഷേ ബന്ധങ്ങളിൽ വിള്ളൽ തോന്നിയേക്കാം. ആനുകാലിക സാഹചര്യങ്ങളെ പരിശോധിക്കുമ്പോ നമ്മുടെ ആലോചിച്ചൊക്കെ, എന്നും വീട്ടിലേക്ക് കടന്നു വരുന്ന മകൻ, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം വന്ന് 11 മണിക്ക് കോളിംഗ് ബെല്ലടിച്ചാൽ ഭാര്യ വന്ന് പുതുമണവാട്ടി ഡോർ തുറന്ന ഉമ്മ പറയാൻ, ഇക്കണ്ട കാലം ഞാനല്ലേ ഡോർ തുറന്നു കൊടുത്തിരുന്നേ, നീ എവിടെയിരുന്നു? പിറ്റത്തെ ദിവസം അതേ സമയത്ത് ബെല്ലടിക്കുമ്പോ മരുമകളെ വിചാരിക്കാണ്, ഇന്നലെ ഉമ്മ അങ്ങനെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഉമ്മ തുറന്നു കൊടുത്തോട്ടെ. അപ്പൊ ഉമ്മ പറയാം, അവൻ ബെല്ലടിക്കൽ കണ്ടൂടെ, നിനക്കെന്താ തുറന്നു കൊടുത്താൽ? അപ്പൊ നമ്മൾ വാളെടുക്കാൻ, ഇന്നലെ ഉമ്മ അങ്ങനെ പറഞ്ഞു, ഇന്നും ഇങ്ങനെ പറഞ്ഞു, ഇത് വിടാൻ പറ്റൂല. അവിടെയാ പ്രശ്നം എന്താ? അത് കണ്ടിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാ. ഉമ്മാക്ക് മകനെ നഷ്ടപ്പെടുമെന്നുള്ള ഉൾഭയമാണ് പ്രശ്നത്തിന്റെ കാരണമെങ്കിൽ അത് ഉമ്മാന്റെ മോൻ തന്നെയാ എന്ന് സ്നേഹം കൊണ്ട് പരാജയപ്പെടുത്തലാണ് പ്രിയമുള്ളവരെ പരിഹാരമാർഗം, ഇല്ലേ? പലപ്പോഴും നമ്മൾ ആലോചിച്ചൊക്കെ ചിലരിങ്ങനെ കണ്ണീരോടെ വന്ന് പറയില്ല, നമ്മൾ എന്ത് ചെയ്താലും ഒരു വരില്ല. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ഉമ്മാനോട് ചോദിക്കാം, മരുവനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം ചോദിച്ചൊക്കെ. അപ്പൊ ഉമ്മ പറയും, എന്റെ മരുവൻ നല്ല മരുവനാൻ, എന്റെ മോളെ അടുക്കള ജോലിയിൽ സഹായിക്കും എന്റെ മരുവൻ. അവൻ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി വിടും, അവരുടെ എല്ലാ കാര്യത്തിലും താങ്ങും തണലായിട്ട് എന്റെ മരുവുണ്ട്. എനിക്ക് കിട്ടിയ ഒരു മോനെ തുല്യാണ് എന്റെ മരുമകൻ. ഉമ്മ പറയാൻ, അന്ന് നീ സ്വന്തം മോനെ പറ്റിയിട്ടൊന്ന് അഭിപ്രായം ചോദിച്ചൊക്കെ. അപ്പൊ ഉമ്മ പറയും, അവനൊരു പെങ്കൂസനാൻ, അടുക്കളയിലെ ഭാര്യയുടെ കൂടെ തന്നെയാണ്, കുട്ടികളുടെ കാര്യം വരെ അവൻ നോക്കണം, ഡ്രസ്സ് അവൻ തന്നെ മാറ്റി കൊടുക്കണം, ഒരു കാര്യം അവള് നോക്കൂല. ഒരേ വിഷയത്തിൽ 2 സമീപനം ഒരു ഉമ്മയുടെ വായിൽ നിന്ന് വന്നൊരു പിക്ചറാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നത്. നമ്മൾ എന്താ ചെയ്യാ? മക്കളെ, നമ്മളാണ് ഉമ്മാനോട് ഏറ്റവും അടുത്ത ആൾക്കാർ. മരുമക്കളെക്കാൾ അടുത്തതാരാ? നമ്മൾ ചെയ്യേണ്ട കടമയാണെന്ന ബോധ്യം ഉണ്ടാവുക. ഉമ്മ എന്തെന്നെ ചെയ്താലും പകരാവില്ല, നമ്മൾ എന്ത് കൊടുത്താലും പകരാവില്ല. ഉമ്മ എന്ത് ചെയ്താലും ക്ഷമിക്കാൻ വിധിക്കപ്പെട്ടവരെ നമ്മൾ അത് ചെയ്യണം, നമ്മുടെ ബാധ്യത. ഭൂമിയോളം താഴേണ്ടി വന്നാലും ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കില്ല എന്നൊരു തീരുമാനം എടുത്തൊക്കെ അല്ലേ? അവിടെയാണ് പ്രിയമുള്ളവരെ, ഉമ്മാനെ അവഗണിക്കുന്ന മക്കളുണ്ടോ? പ്രവാചകൻ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ പറയാ. ഇന്ന് ഗ്രാമങ്ങളിലൂടെ, പട്ടണങ്ങളിലൂടെ കൂണ പോലെ മുളച്ചു പൊങ്ങിയ വൃദ്ധസദനങ്ങളിലൂടെ കഴിയുന്നവരാരാ? മക്കളുണ്ടായിട്ടും പരിഗണിക്കാതെ തള്ളിക്കളഞ്ഞ മാതാപിതാക്കളാണെങ്കിൽ